ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടിപ്സിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കേണ്ട ഒരു ഡിഷാണിത്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 1 കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിന്റെ ലെഗ് പീസിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ ചിക്കൻ ലെഗിന്റെ ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അതിനുശേഷം 25-28 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 4 പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൽ നിന്നും ഒരു പകുതി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മസാലകളൊക്കെ നന്നായിട്ട് തിരുമ്മി ചിക്കനിലേക്ക് പിടിപ്പിക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുശേഷം 25 ചെറിയ ഉള്ളി ഇടികളിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കാം. ഇതിന്റെ കപ്പ് മെഷർമെന്റ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം. ഈ മസാലയാണ് ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊണ്ടുവരുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. അപ്പൊ കറിക്ക് നല്ല കളറും കിട്ടും, എന്നാൽ അധികം എരിയും ഉണ്ടാവില്ല. നിങ്ങൾ സാധാ വറ്റൽമുളകാണ് ചേർക്കുന്നതെങ്കിൽ 4 വറ്റൽമുളക് ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഒരു ജാതിപത്രിയുടെ പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില പൂക്കളുടെ ഉള്ളിൽ ചെറിയൊരു പൂവിന്റെ മുട്ടുണ്ടാവും. അപ്പൊ അത് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ പുറമേ ഉള്ള ബ്രൗൺ കളറിലുള്ള പാർട്ട് മാത്രം നമുക്ക് ചേർത്താൽ മതിയാകും. ചിലർക്ക് ഇതിന്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരു ചെറിയ പൂ ചേർത്താൽ മതിയാകും. പക്ഷെ ഇത് മസ്റ്റാണ്. ഈ പൂവും കൂടെ ഇതിൽ ചേർത്താലാവും ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. 2 വലിയ പീസ് കറുവാപ്പട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്ലേവറുള്ള കറുവാപ്പട്ട ഉണ്ടെങ്കിൽ ഒരു വലിയ പീസ് കറുവാപ്പട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് തക്കോലം ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ഫ്ലവർ ആയിട്ടുള്ള തക്കോലം തന്നെ ചേർത്ത് കൊടുക്കുക. അതിന്റെ പെറ്റൽസ് അടർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് പെറ്റൽസ് ഇട്ട് കൊടുത്താൽ മതിയാകും. 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പാരന്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമാണ്. അതായത് ഫ്ലെയിം വിടർന്നു വരേണ്ട ആവശ്യമില്ല. ചെറിയ ഒരൊറ്റ ഫ്ലെയിമിൽ നിന്നാ മതിയാകും. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന ഈ വെള്ളത്തിൽ വേണം ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞിരുന്നാൽ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം പെട്ടെന്ന് തന്നെ പറ്റിപ്പോകാനും എന്നാൽ ചിക്കൻ ശരിക്കും വേകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ തീയിലിട്ടിട്ട് ആ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് മൂടി 10-12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പൊ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. കണ്ടോ, ചെറിയ രീതിയിൽ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അതിനുശേഷം ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് മൂടി വീണ്ടും ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം.
ഇപ്പൊ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ കിടന്ന് വേണം ചിക്കൻ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 6-8 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചേക്കാം. ഇപ്പൊ ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ അടപ്പ് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് വന്ന വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രോയിലർ ചിക്കൻ ആണ്, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോഴും ചെറിയ രീതിയിൽ ഗ്രേവി നിപ്പുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടികൾ ഇട്ടതിനു ശേഷം ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് ആ ചിക്കൻ ഫ്രൈ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നതും അതോടൊപ്പം ടേസ്റ്റും കൂടുന്നത്. ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടിയിടാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റുമ്പോൾ നമ്മൾ ചേർക്കുന്ന മസാലയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറാവും. അതിനുശേഷം ആവശ്യാനുസരണം കറിവേപ്പിലയും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ആ പച്ചമുളകിന്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടും. നമ്മൾ മസാല ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലുള്ള നല്ല നല്ല ഫുഡ് റെസിപ്പീസ് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക. ഹാപ്പി കുക്കിംഗ്.